ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, ചില വിഷയങ്ങളിൽ വളരെ സന്തോഷമുണ്ട്. ഈ ലോകം മുഴുവനും ഇസ്ലാമിൻ്റെ കാൽക്കീഴിലാക്കുക, അള്ളാഹുവിൻ്റെ ഭരണം സ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു തീവ്രവാദ സംഘത്തെയും സംഘടനയെയും മതവിഭാഗത്തെയും തിരിച്ചറിയാൻ ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും സാധിച്ചിട്ടുണ്ട് എന്ന് മാത്രമല്ല, അവരുടെ വികൃതമായ മുഖം തുറന്നു കാണിക്കാൻ, സ്വന്തം സമുദായത്തെയെങ്കിലും ബോധവൽക്കരണം നടത്താൻ അവർ ആർജവത്തോടു കൂടി മുന്നോട്ട് വരുന്നു എന്നതും യാഥാർത്ഥ്യമാണ്. ഏതാണ്ട് ഡൽഹിയിൽ നിന്ന് 6-7 ക്ഷേത്രങ്ങൾ നഷ്ടപ്പെട്ടപ്പോഴാണ് ഹിന്ദുവിന് തലച്ചോറുണ്ടായത്. വഖഫ് ബോർഡിന്റെ നിയമം, വഖഫ് നിയമം എന്ന് പറയുന്നത് നമ്മളെ കുടിയൊഴിപ്പിക്കാനുള്ള നിയമമാണ്, നമ്മളെ പാപ്പരാക്കാനുള്ള നിയമമാണ് എന്ന് മാത്രമല്ല, ലോകം മുഴുവനും ഇസ്ലാമിന്റെ കാൽ കീഴിൽ കൊണ്ടുവരുന്നതിനു വേണ്ടി ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഈ സ്വതന്ത്ര ഭാരതത്തിൽ നിന്നും ഇല്ലാതായേ തീരും. അതുകൊണ്ട് ആദ്യം അവർ ചവിട്ടി നിൽക്കുന്ന മണ്ണ് അവർക്ക് നഷ്ടപ്പെടുത്തുക. അതിന്റെ ഭാഗമായിട്ടാണ് അംബാനിയുടെ വീട് വരെ വഖഫിൻ്റെതാണ് എന്ന് പറഞ്ഞു മുന്നോട്ട് വന്നത് നമ്മൾ കണ്ടത്. ഇപ്പോഴിതാ ക്രിസ്ത്യാനികളും അവരുടെ സ്ഥാവരവും ജംഗമവും ഒക്കെ ഏതാണ്ട് മുസ്ലിങ്ങൾ നോട്ടമിട്ടിട്ടുണ്ട് എന്നും വഖഫിൻ്റെതാണ് എന്ന് പറഞ്ഞ് അവകാശവാദം ഉന്നയിച്ച് മുന്നോട്ട് വരികയും ചെയ്ത സാഹചര്യത്തിൽ അവർക്കും ബോധം വെച്ചു. ഇനിയും നമ്മൾ മിണ്ടാതിരുന്നാൽ അനിക് സ്പ്രേയുടെ പരസ്യം പോലെയായി പോകും നമ്മൾ ഈ സ്വതന്ത്ര ഭാരതത്തിൽ എന്ന് മനസ്സിലാക്കി ക്രിസ്ത്യാനികളും ശക്തമായി തൻ്റെ ജനതയെ സംസ്കരിക്കാൻ, എന്താണ് നമ്മുടെ നാട്ടിൽ ഇന്ന് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് ബോധ്യപ്പെടുത്താൻ സജ്ജരായി രംഗത്തിറങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു പള്ളിയിലച്ചൻ പറഞ്ഞ വഖഫിനെ സംബന്ധിക്കുന്ന ഒരുപാട് നമ്മൾ ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യങ്ങൾ നമ്മൾ കേട്ടു. അതിൻ്റെ റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ബാക്കി ഭാഗമാണ് അദ്ദേഹം പറയുന്നുണ്ട്. ഷാബാനു ബീഗത്തിൻ്റെ വിവാഹമോചനവും ഷാബാനു ബീഗത്തിൻ്റെ മുൻ ഭർത്താവായിട്ടുള്ള, പിന്നീട് ഷാബാനു ബീഗം വിവാഹം കഴിച്ചിട്ടില്ല, മുഹമ്മദ് അഹമ്മദ് ഖാൻ എന്ന് പറയുന്ന ഭർത്താവ് വേറെ വിവാഹം കഴിക്കുകയും ചെയ്തു. ഷാബാനു ബീഗത്തിന്റെ ഭർത്താവായ അഡ്വക്കേറ്റ് മുഹമ്മദ് അഹമ്മദ് ഖാന് നടന്ന് കെട്ടണമെന്നൊരു മോഹം, ഒരു കിളിന്തിനെ കണ്ടപ്പോൾ ഇവരെ ഒഴിവാക്കി കെട്ടണമെന്ന മോഹം തോന്നി. 1985-86 വിവാഹമുക്തയായ സ്ത്രീക്ക് ജീവനാംശം വേണമെന്നൊരു നിയമത്തിനു വേണ്ടി ഷാബാനു ബീഗം കയറിയിറങ്ങാത്ത കോടതികളില്ല. എന്തായിരുന്നാലും മുസ്ലിം സ്ത്രീകൾക്ക്, വിവാഹമുക്തയായ മുസ്ലിം സ്ത്രീകൾക്ക് ഭർത്താവിൽ നിന്നും ജീവനാംശം കിട്ടണം എന്ന ഒരു നിയമം ഉണ്ടാക്കാൻ ഷാബാനു ബീഗം സഹിച്ച ത്യാഗം ചെറുതല്ല. അവർ ഓടിക്കൊണ്ടിരുന്ന സമയത്ത് അവരുടെ കൂടെ ഈ മുഹമ്മദ് അഹമ്മദ് ഖാന്റെ 4-5 മക്കളും ഉണ്ടായിരുന്നു. ഇവർക്കും ഒരു ചെലവിനൊരു പൈസ വേണം, അയാൾ കൊടുക്കാൻ തയ്യാറായില്ല. ഒടുവിൽ അവർ നിയമയുദ്ധം ചെയ്ത് അവസാനം പിച്ചക്കാശ് അനുവദിച്ചു കിട്ടിയ കോടതി. അത് അയാളുടെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞിട്ട് ഷാബാനു ബീഗം പറഞ്ഞ വലിയ ഒരു സന്ദേശമുണ്ട്. ഞാൻ നിങ്ങളുടെ പിച്ചക്കാശിനു വേണ്ടിയായിരുന്നില്ല യുദ്ധം ചെയ്തത്. ഇനി വരുന്ന ഒരു തലമുറയ്ക്ക് ഒരു പക്ഷെ എന്നെ പോലെ യുദ്ധം ചെയ്യാൻ കഴിഞ്ഞെന്ന് വരില്ല. അവർക്ക് എന്തെങ്കിലും ഒന്ന് വിവാഹമുക്തയായ സ്ത്രീക്ക് ഭർത്താവിൽ നിന്നും ലഭിച്ചോട്ടെ എന്ന് വിചാരിച്ചു മാത്രമാണ് ഞാൻ യുദ്ധം ചെയ്തത്. എനിക്ക് നിങ്ങളുടെ പിച്ചക്കാശിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞ് ഒരു നവോത്ഥാന നായികയായി മാറുകയായിരുന്നു ഷാബാനു ബീഗം. ആ സമയത്ത് വിവാഹമുക്തയായ സ്ത്രീക്ക് ഒന്നും കൊടുക്കാൻ പറ്റില്ല, അതിന് ഇസ്ലാമിക മതനിയമത്തിൽ തെളിവുകളില്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന മുസ്ലിങ്ങൾ ഒടുവിൽ ഷാബാനു ബീഗത്തിന്റെ ഈ ജീവനാംശം കിട്ടിയ കേസ് തന്നെ, ഈ വിധി തന്നെ നമ്മൾ ഉണ്ടാക്കിയതാണ് എന്ന് പറഞ്ഞ് എട്ടുകാലി മമ്മൂഞ്ഞ് ചമഞ്ഞ് മുന്നോട്ട് വന്നതാണ് നമ്മൾ കണ്ടത്. എട്ടുകാലി മമ്മൂഞ്ഞിന് മക്കളുണ്ടാകില്ല, വന്ധ്യനാണ്. പക്ഷെ എവിടെ ഏതൊരു സ്ത്രീ പ്രസവിച്ചാലും അതെന്റെ കുട്ടിയാണ് എന്ന് അവകാശപ്പെടുന്നത് പോലെ ഇവരൊന്നിനും ഉണ്ടാകില്ല എന്ന് മാത്രമല്ല, മുസ്ലിം സ്ത്രീകളെ അടിച്ചമർത്താൻ ലഭിക്കുന്ന ഏതൊരു സാഹചര്യവും അവർ ഉപയോഗപ്പെടുത്തുകയും ചെയ്യും. ഒടുവിൽ അവരായിട്ടുണ്ടാക്കിയതാണ് എല്ലാം എന്ന തോതിൽ അവർ തന്നെ ക്രെഡിറ്റ് അടിച്ചെടുക്കാനുള്ള ശ്രമവും തുടങ്ങും. ഇപ്പോഴിതാ പള്ളിയിലച്ചൻ പറയുന്ന വാക്കുകൾ കേൾക്കാം. ഹനിക്കാനും സുപ്രീം കോടതി വിധിയെപ്പോലും അതിജീവിക്കാൻ വേണ്ടി രാജീവ് ഗാന്ധി സർക്കാർ നടത്തിയ ആ ബില്ല് പാസാക്കൽ, അതാണ് നമ്പർ 1 ചാട്ടം, ടപ്പീസുകളിൽ ഒന്നാമത്തത്. അതിൽ മുസ്ലിങ്ങൾ തന്നെയും ഖിന്നരായിരുന്നു. രാജീവ് ഗാന്ധി സർക്കാരിൽ ക്യാബിനറ്റ് പദവി ഉണ്ടായിരുന്ന ഒരു മന്ത്രി ഉണ്ടായിരുന്നു, മുഹമ്മദ് ആരിഫ് ഖാൻ. ആരദ്ദേഹം? ഇന്നത്തെ കേരളത്തിലെ ഗവർണറുടെ പേരാണിത്. അദ്ദേഹം കോൺഗ്രസ് സർക്കാരിന്റെ ക്യാബിനറ്റ് മന്ത്രിയായിരുന്നു. ഈ ഒരൊറ്റ ബിൽ
മതേതരത്വത്തിന് നിരക്കാത്ത ഈ ബില്ലിന്റെ പേരിൽ രാജീവ് ഗാന്ധി മന്ത്രിസഭയിൽ നിന്ന് രാജിവെച്ച് ഒഴിഞ്ഞ താഴേക്ക് വന്നയാളാണ്, കോൺഗ്രസ് വിട്ട് പോയാളാണ്. അങ്ങനെയാണ് അദ്ദേഹം BJP പ്രവേശിച്ചെന്ന് നോക്കണം. ഇനി അടുത്ത ട്രപ്പീസുകളിൽ എന്താ സംഭവിച്ചത്? അടുത്ത ട്രപ്പീസുകളിൽ ഈ ഒരു പ്രശ്നം, അങ്ങനെ മുസ്ലിം പ്രീണനം നടത്തി കോൺഗ്രസ് എന്ന് പറഞ്ഞപ്പോൾ അടുത്ത ഒരു ചാട്ടം ചാടി. എങ്ങോട്ടേക്ക്? ഹിന്ദു മതരാഷ്ട്ര കൺസെപ്റ്റ്, അതിനെ പ്രീണിപ്പിക്കാൻ. അവിടെയാണ് ബാബറി മസ്ജിദ് തകർക്കപ്പെട്ടത്. അയോധ്യ പിടിച്ചടക്കാനായി അന്ന് നടത്തിയ ആ രഥയാത്രയെ തടയാൻ നരസിംഹറാവു ശ്രമിച്ചില്ല. കാരണം അവിടെ ബാലൻസ് ചെയ്യാൻ ആഗ്രഹമുണ്ടായി. അത് 1900 എല്ലാ കാലഘട്ടങ്ങളിലും ഈ സെക്യുലർ വിഭാഗം എന്ന് പറയുന്ന രാഷ്ട്രീയക്കാരെന്താ ചെയ്തിരുന്നത്? ഏതെങ്കിലും ഒരു മതവിഭാഗത്തെ പ്രീണിപ്പിച്ച് കൂടെ നിർത്തുക. ഒരിക്കൽ രാമജന്മഭൂമിയാണ് എന്ന് പറയുകയും മറ്റൊരിക്കൽ അല്ല, ഇത് ബാബരി ഭൂമിയാണ് എന്ന് മാറ്റി പറയുകയും ചെയ്ത് ഹൈന്ദവർക്ക് അവരുടെ ആചാരങ്ങൾക്കും വിശ്വാസങ്ങൾക്കും രാമജന്മഭൂമി തുറന്നുകൊടുത്തു. മുസ്ലിങ്ങൾക്കും അതുപോലെ അവരുടെ ആഘോഷങ്ങൾക്കും തുറന്നുകൊടുത്തു. അങ്ങനെ രണ്ടു മതവിഭാഗങ്ങളെയും മാറി മാറി പ്രീണിപ്പിക്കുന്ന നയമാണ് രാജീവ് ഗാന്ധി സർക്കാർ പ്രയോഗിച്ചത്. 92 സംഭവിച്ചതെന്നാണ് എന്റെ ഓർമ്മ. അതെ, അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് 1995 ട്രപ്പീസുകളിൽ. അതായത് ബാബറി മസ്ജിദ് തകർക്കപ്പെട്ടതിൽ മുസ്ലിങ്ങൾക്കുള്ള വലിയ രോഷം, ആ രോഷത്തെ തണുപ്പിക്കാൻ വേണ്ടിയാണ് നരസിംഹറാവു 1995 ഇതുപോലെ പ്രതിലോമകരമായ, ഇതുപോലെ നാശകരമായ ഒരു നിയമം, വഖഫ് ആക്ട് കൊണ്ടുവന്നു. അപ്പോ ഇത് നമ്മൾ കാണുന്ന കാര്യമാണ്. അതാ ഞാൻ പറഞ്ഞത്, ഒരുപോലെ രണ്ടു മതവിഭാഗങ്ങളെയും പ്രീണിപ്പിക്കുന്ന നയവും നിലപാടുമാണ് ഇവർ സ്വീകരിച്ചത്. ദീർഘനാൾ ഇന്ത്യ ഭരിച്ച കോൺഗ്രസിന്റെ മതേതരത്വം മറന്നുള്ള മതപ്രീണന ട്രപ്പീസ് കളികളാണ് അവസാനം വഖഫ് നിയമത്തിൽ എത്തി നിന്നിട്ടുള്ളത്. 2013 മൻമോഹൻ സിംഗും അതേ കളികളിൽ ഒരു ഭാഗത്ത് മുസ്ലിങ്ങളെ പ്രീണിപ്പിക്കുകയും മറുഭാഗത്ത് ഹിന്ദുക്കളെ പ്രീണിപ്പിക്കുകയും ചെയ്ത് ബാലൻസ് ചെയ്ത ഒരു ആശയവും ഒരു നിലപാടും ഒരു രാഷ്ട്രീയവുമാണ് വോട്ട് ബാങ്കിന് വേണ്ടി ഈ സെക്യുലറിസ്റ്റുകൾ കളിച്ചുകൊണ്ടിരുന്നത്. ഇതൊന്നും മനസ്സിലാക്കാൻ ഇത്രയും വർഷങ്ങൾ വേണ്ടി വന്നു, ഇത്രയും വലിയ പ്രയത്നം വേണ്ടി വന്നു. ഇത് മാത്രമാണ് നമ്മൾ ഇവിടെ എടുത്തു പറയേണ്ടത്. ഇപ്പോൾ ഇത് ക്രിസ്ത്യാനിക്കൊന്ന് തുറന്നു പറയാൻ, ഹിന്ദുവിനൊന്ന് തുറന്നു പറയാൻ വഖഫ് ബോർഡിന്റെ കൊള്ളയടി വേണ്ടി വന്നു. അതാ ഞാൻ പറഞ്ഞത്, എല്ലാം നല്ലതിനാണ്. നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതും സംഭവിച്ചു കൊണ്ടിരിക്കുന്നതും ഇനി സംഭവിക്കാനുള്ളതും എല്ലാം നല്ലതിനാണ്. ചില കാര്യങ്ങൾ ചിലർക്കൊന്ന് വായ തുറക്കാൻ പറ്റണ്ടേ? വായിൽ തിരികെയിരിക്കുന്ന പഴം ഒന്ന് എടുക്കാൻ കഴിയണ്ടേ? ഇത്തരം മനുഷ്യാവകാശ ലംഘനങ്ങൾക്കെതിരെ, ജനാധിപത്യ വിരുദ്ധതകൾക്കെതിരെ നിരന്തരം സംസാരിക്കാൻ ഒരു ജനവിഭാഗം ഉയരണമെന്നത് മാത്രമായിരുന്നു നമ്മുടെ ആഗ്രഹം. നന്ദി.